വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട്. അപ്പോൾ ആഗസ്റ്റ് 2025 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ PSC ഇപ്പോൾ തീരുമാനമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആഗസ്റ്റ് 2 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ നടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തിരുവനന്തപുരം ജില്ല, പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്. അങ്ങനെ ഈ പറഞ്ഞ ജില്ലകളിലാണ് ഓഗസ്റ്റ് 2 നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം നടക്കുന്നത്. ഇനി ഓഗസ്റ്റ് 9 കൊല്ലം, അതുപോലെ തന്നെ ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. അപ്പോൾ ഇത്രയും ജില്ലകളിലാണ് ഓഗസ്റ്റ് 9 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ നടക്കുന്നത്. അങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. ഇനി നമുക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒത്തിരി പേര് കാത്തിരിക്കുന്ന ഒന്നായിരുന്നു. അതിൻ്റെ സിലബസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സിലബസും കൂടി നോക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഓഗസ്റ്റ് 2 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ നടക്കുന്ന ജില്ലകൾ നിങ്ങൾക്കിവിടെ കാണാം. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്. ഓഗസ്റ്റ് 9 കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് ആണ്. കാറ്റഗറി നമ്പർ 527/2024. നോക്കാം നമുക്ക്. പൊതുവിജ്ഞാനം, അവിടെ ചരിത്രം 5 മാർക്കിന് ചോദിക്കും. ഭൂമിശാസ്ത്രം 5 മാർക്കിനാണ്. എക്കണോമിക്സ് അഥവാ ധനതത്വശാസ്ത്രം 5 മാർക്ക്. ഇന്ത്യൻ ഭരണഘടന 5. കേരളം, ഭരണവും ഭരണ സംവിധാനവും 5 മാർക്ക്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കിന് ചോദിക്കും. ഭൗതികശാസ്ത്രം അതായത് ഫിസിക്സ് 3 മാർക്കിന്. കെമിസ്ട്രി, രസതന്ത്രം 3 മാർക്ക്. കല, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്ക്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിന്. ആനുകാലിക വിഷയങ്ങൾ അതായത് കറൻറ്റ് അഫെയേഴ്സ് 20 മാർക്കിന്. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും അതായത് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ ഭാഗത്ത് നിന്ന് 10 മാർക്ക്. ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക്. മലയാളം അഥവാ പ്രാദേശിക ഭാഷകൾ, മലയാളമാവാം, കന്നഡയാകാം, തമിഴാകാം, അതിന് 10 മാർക്കാണ്. അപ്പോൾ മലയാളത്തിന് 10 മാർക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു 100 മാർക്കിൻ്റെ ഡിവിഷൻ. ഇനി നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകൾ അതായത് ഓരോന്നിലും വരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. 5 മാർക്കിന് ചരിത്രത്തിൽ വരുന്നത് ഇത്രയും ടോപ്പിക്സുകളാണ്. നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കാം. വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം നമ്മളത് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നു. ചരിത്രം വന്നു. ഇനി അടുത്തത് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാം. സിലബസ് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി സിലബസ് എവിടെ നിന്ന് കിട്ടും എന്നുള്ള ചോദ്യം വേണ്ട, ഇവിടെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾ പഠിച്ചാൽ മതി, പഠിച്ച് ലിസ്റ്റിൽ കയറിയാൽ മതി. അപ്പം പഠിക്കുന്ന എല്ലാവർക്കും ലിസ്റ്റിൽ നല്ല റാങ്കുകൾ കിട്ടട്ടെ എന്ന് നമ്മൾ ഇപ്പോൾ തന്നെ ആശംസിക്കുകയാണ്. ഇനി ധനതത്വശാസ്ത്രം. അപ്പോൾ ഇവിടെ വീഡിയോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോസ് ചെയ്യാം, എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം. ധനതത്വശാസ്ത്രം എത്തി, 5 മാർക്കിനാണ്. പിന്നീട് ഇന്ത്യൻ ഭരണഘടന, അതും 5 മാർക്കിനാണ്. ടോപ്പിക്സുകൾ നിങ്ങൾക്ക് കാണാം. അടുത്തത് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കിന് ചോദിക്കും. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ. പിന്നീട് നമ്മുടെ ബയോളജി വന്നു. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും 6 മാർക്കിന്. ഓരോ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. 7 ടോപ്പിക്സുകളാണ് അതിലുള്ളത്. ഇനി ഫിസിക്സ് ആണ്, 3 മാർക്കിനാണ് ചോദ്യം വരിക. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കിട്ടോ. R=2F എന്ന് പറയുന്ന ഇതൊക്കെ ചിലപ്പോൾ ഡയറക്റ്റ് ഇഷ്ടം പോലെ പ്രാവശ്യം BC ചോദിക്കുന്നതാണ്. ഫിസിക്സിൻ്റെ ടോപ്പിക്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫിസിക്സും കഴിഞ്ഞു. നമ്മൾ കെമിസ്ട്രിയിലോട്ട് കടക്കുകയാണ്. 3 മാർക്കിന് കെമിസ്ട്രിയിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് കല, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്കിനാണ്. അതിലെ ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. കായികം എത്തിക്കഴിഞ്ഞു. ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഒക്കെ വരുന്നു. ദേശീയ ഗെയിംസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ഭാഗത്ത് നിന്ന്. പിന്നീട് സാഹിത്യം, പിന്നീട് സംസ്കാരം,
പിന്നീട് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കിനാണ് ചോദ്യം. സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിന്. പിന്നീട് ആനുകാലിക വിഷയങ്ങൾ, പിന്നെ മാത്സിൻ്റെ ടോപ്പിക് എത്തി. ലഘുഗണിതം 5 മാർക്കിന്. പിന്നീട് മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും അതും 5 മാർക്കിനാണ്. പിന്നീട് ഇംഗ്ലീഷ് 5 മാർക്കിന് ടോപ്പിക്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. വൊക്കാബുലറിയിൽ 5 മാർക്ക്. പിന്നീട് നമ്മുടെ മലയാളം 10 മാർക്കിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഉപകാരപ്രദമാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ കൊടുക്കുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്കായിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. താങ്ക്